സാർ ആദ്യം തന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തി തരുമോ? എൻ്റെ പേര് സുധീർ മുള്ളൂർക്കര എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര ആണ് സ്വദേശം. കലാമണ്ഡലത്തിൻ്റെ അടുത്ത് ആണ്. ഞാൻ കളമെഴുത്തും പുള്ളുവൻപാട്ടും എന്ന മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. പാരമ്പര്യമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 11 വയസ്സിൽ തുടങ്ങിയത്. ഗുരുനാഥന്മാരെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും. സാർ എത്ര വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു 40 വർഷത്തോളമായി. എന്തുകൊണ്ടാണ് സാറ് ഈ നാഗപ്പാട്ട് അതുപോലെ തന്നെ കളമെഴുത്ത് ഇതിലൊക്കെ വരാൻ കാരണം? പാരമ്പര്യമായിട്ടുള്ള പ്രചോദനം മാത്രമാണോ? ഇത് പാരമ്പര്യമാണ്, പാരമ്പര്യമായിട്ടുള്ള കുലത്തൊഴിലാണ്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ അച്ഛനും അമ്മേനെയും സഹായിക്കാൻ വേണ്ടി ചെന്നിരുന്ന് അങ്ങനെ പഠിച്ച് പിന്നെ പഠിപ്പ് കഴിഞ്ഞപ്പോൾ മറ്റ് തൊഴിലുകളൊന്നും കിട്ടാതെ വന്നപ്പോൾ നമ്മളെ കുലത്തൊഴിലേക്ക് തന്നെ കടന്നു. എന്നാലും 2 തവണയായിട്ട് സർക്കാർ ജോലി ചെയ്തു. ഒരു 6 മാസം എംപ്ലോയ്മെന്റിൽ നിന്ന് വിളിച്ചിട്ട് ജില്ലാ ജയിലിലും ഫോറസ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി സഹോദരങ്ങളൊക്കെയോ? അനിയനും ഉണ്ട്, ചേച്ചിയുണ്ട്, ഈ മേഖലയിലുണ്ട്. അപ്പോൾ അനിയൻ KSRTC ഡ്രൈവറാണ്. എന്നാലും പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സീസൺ ആയിട്ടാണ്? അതെ. നവംബർ മുതൽ ജൂൺ 1 വരെയൊക്കെയാണ് സീസൺ. അപ്പോൾ വർഷക്കാലങ്ങളിൽ ഉണ്ടാവാറില്ല. ഇതെന്ന് വെച്ചാൽ ഇടിമിന്നൽ, ഇടിവെട്ട് അതൊക്കെ സർപ്പങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ അവർ മാത്രമല്ല, അവരുടെ പ്രജനനകാലമാണ് ഈ വർഷക്കാലം. അപ്പോൾ ആ സമയത്ത് അവർക്കുള്ള പരമാവധി പൂജകളും ഉത്സവങ്ങളൊക്കെ കുറവായി. അപ്പോൾ അതിനുള്ള സമയമാണ് നമ്മൾ ഈ കന്നിമാസത്തിലായിരിക്കും തൊട്ടിട്ടാണ് ഈ സർപ്പങ്ങളുടെ ഉത്സവ കർമ്മങ്ങളൊക്കെ തുടങ്ങുന്നത്. ഈ പുതിയ തലമുറയ്ക്ക് ഇതുപോലെയുള്ള ആചാരങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല. അപ്പോൾ സാറ് അവർക്ക് വേണ്ടി ഈ നാഗപ്പാട്ടിനെ കുറിച്ചൊന്ന് വിശദീകരിച്ച് പറഞ്ഞുതരുമോ? എന്തുകൊണ്ട് ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യങ്ങളൊക്കെ? ഒരു പരിധിവരെ വിശ്വാസങ്ങൾ ആണല്ലോ എല്ലാത്തിനും. അപ്പോൾ ഇന്ന് പലർക്കും വിശ്വാസം ഇല്ല. കാരണം ക്ഷേത്രത്തിൽ പോയിട്ടില്ലെങ്കിലും കാര്യങ്ങൾ നടക്കും. ഞാൻ കുറച്ച് ഡീപ്പായി പറയാന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ ഒരു മൊബൈലും കമ്പ്യൂട്ടറും ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം ആയി എന്നുള്ളൊരു ധാരണയാണ് കുട്ടികൾക്കൊക്കെ വരുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റിട്ട് അവരെ ബഹുമാനിച്ചിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. കയറി വന്ന ആൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും മോഷ്ടിച്ച് പോയാലും വീട്ടിലുള്ളവരറിയില്ല. കാരണം അവർ ഫുള്ളും ഈ മൊബൈലിൽ ലയിച്ചിരിക്കുകയാണ്. അത് വേണ്ടെന്നല്ല പറഞ്ഞത്, അത് നല്ലതും ചീത്തയുണ്ട് അതിൽ. അപ്പോൾ നമുക്ക് നല്ലത് തിരഞ്ഞെടുത്ത് ചീത്തനെ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ നമുക്ക് സന്ധ്യ സമയങ്ങൾ വീടുകളിലൊക്കെ വിളക്ക് വെക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് അതുമില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഒന്ന് TV സീരിയലിന് അടിമപ്പെട്ടിട്ട് ആ സീരിയലിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത അങ്ങനെയുണ്ട്. ഇത് ഒന്നും കാണണ്ടെന്നല്ല പറയുന്നത്. എന്നാലും നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ, കുറേ കഴിഞ്ഞാൽ ഞാൻ തന്നെ എനിക്കറിയാം, ഒരു 10 വർഷം കൂടി ആയിക്കഴിഞ്ഞാൽ ഈ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ഈ ജനറേഷനുള്ളവർക്ക് ഇതിന് താല്പര്യമില്ല. അപ്പോൾ പഴയ ഇന്നും നിൽക്കുന്ന ഒരു 50-60 വയസ്സായിട്ടുള്ള ആൾക്കാർ, അതേപോലെ ഒരു 40 വയസ്സിൻ്റെ താഴെയുള്ള ആൾക്കാർ മാത്രമാണ്, അത് അവിടുന്ന് 40 വയസ്സിൻ്റെ അവിടുന്ന് മുകളിലേക്കുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഒരു സ്വല്പം വിശ്വാസത്തിൻ്റെ ഒരു സംഭവമുള്ളൂ. ഇന്ന് വരുന്ന ഇപ്പോൾ എൻ്റെ മക്കളായാലും ഞാൻ അവരെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് അവർക്ക് കുറച്ച് പൈസയും കിട്ടുന്നുണ്ട്, പിന്നെ കുറച്ച് ആൾക്കാരായിട്ട് പരിചയപ്പെടാം. പിന്നെ ഈ ഒരു കല ഇത് നിലനിൽക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഈ കലയ്ക്കൊക്കെ നല്ല പ്രാധാന്യമുണ്ട്. അവർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളെന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇതിൽ നിലനിൽക്കണം, അല്ലെങ്കിൽ ഇത് പഠിക്കണം എന്ന ധാരണ വരുന്നത്. ഞാൻ തന്നെ ഇപ്പോൾ അവരെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ജോലി എന്തായാലും മസ്റ്റാണ്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ കൊറോണ സമയത്ത് ഞാൻ ശരിക്കും അനുഭവിച്ചതാണ്. 2 വർഷം പ്രോഗ്രാം ഒന്നുമില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടിട്ടിരിക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് ഭയങ്കര അതെ ബുദ്ധിമുട്ട് വന്നതാണ്. ബാക്കിയുള്ളവർക്ക് ജോലിയുള്ളവർക്ക് പ്രൈവറ്റ് ആയാലും സർക്കാരിൻ്റെ കീഴിലായാലും ജോലിയുള്ളപ്പോൾ അവർക്കൊരു ശമ്പളം കിട്ടും, അല്ലെങ്കിൽ പെൻഷൻ കിട്ടുന്നു, അങ്ങനെ ഒരു ധാരണയുണ്ട്. കലാകാരന്മാർക്ക് അതൊന്നുമില്ല. 3 മക്കൾക്കും താല്പര്യമുണ്ട്. എൻ്റെ കൂടെ വരാറുണ്ട് അവർ. ഞാൻ ഏകദേശം 11 വയസ്സിൽ തുടങ്ങിയതാണ്. അതേപോലെ തന്നെ 10 വയസ്സിൽ തുടങ്ങി എൻ്റെ മോൻ സ്റ്റാർട്ട് ചെയ്തു. അതിൽ തന്നെ പൂജകളിൽ തന്നെ തിരിയൊഴിച്ചിലെന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരു കളരി ആയോധന കലാസമ്പ്രദായമാണ്. അതൊരു നൃത്തം ആണ്. കയ്യിൽ പന്തൊക്കെ ഉണ്ടായിരിക്കും, അത് കത്തിച്ച് ഈ പുള്ളുവക്കുടം ഇലത്താളം വെച്ച് താളം കൊട്ടും. അതിനനുസരിച്ചിട്ട് ചുവട് വെച്ച് കളത്തിൻ്റെ ചുറ്റും പ്രദർശനം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ മോനൊക്കെ നല്ല എന്നെക്കായും കൂടുതൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്ര ആൾക്കാർ വേണം എന്ന് ഏറ്റവും ചുരുങ്ങിയത് 5 പേര് വേണം. 5 പേര്
ഈ കുടം കൊട്ടുവാനും എൽത്താളം കൊട്ടുവാനും തിരിയൊഴിച്ചിൽ നടത്താനും പാട്ട് പാടാനും കളം വരയ്ക്കാനും എല്ലാം കൂടെ ഒരു 5 പേരുണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. ഈ കളം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പൗഡറും കാര്യങ്ങളും അതൊക്കെ നമ്മളെ പ്രകൃതിദത്തമായിട്ടുള്ള പൊടികൾ, അരിപ്പൊടി, പിന്നെ ഉമികരിച്ചിട്ടുള്ള ഉമിക്കരി, അത് കറുത്ത പൊടിക്കായിട്ട് ഉപയോഗിക്കും. പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ മഞ്ഞളും ചുണ്ണാമ്പും കൂട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചുവപ്പ് പൊടിയായിട്ട് കിട്ടും. പിന്നെ പച്ചപ്പൊടി, എല്ലാ നിറമൊക്കെ കിട്ടും അതിന് പ്രകൃതിയിൽ നിന്ന് തന്നെ. ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പച്ചപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചാടിയുടെ ഇല ഉണക്കി പൊടിച്ച നല്ല പച്ച കളറായിരിക്കും. അപ്പം അങ്ങനെ 5 വർണ്ണങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഓരോ ഈ പൊടികൾ തമ്മിൽ തന്നെ കൂട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് കളറുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഉമിക്കരിയിൽ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഗ്രേ കളർ ഉണ്ടാക്കും. ആ ഉമിക്കരിയിൽ തന്നെ ചുവന്ന പൊടി ചേർത്ത് കഴിഞ്ഞാൽ കോഫി കളർ ഉണ്ടാക്കും. അതുപോലെ ആ ഉമിക്കരിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ ഒരു കിളിപ്പച്ച പോലുള്ള, ഇതിൻ്റെ ലൈറ്റ് വെച്ചാണ് ഷെയ്ഡ്, അതേപോലുള്ള കളറുകൾ. അങ്ങനെ പല കളറുകൾ നമുക്കുണ്ടാകും. അതുപോലെ ചുവന്ന പൊടിയിൽ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ റോസ് കളർ കിട്ടും. അതിൽ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ബ്രാസോന്റെ കളർ കിട്ടും. ചുവന്ന പൊടിയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ബ്രാസോ കളർ കിട്ടും. എന്താണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? സർപ്പത്തിന്റെ രൂപമാണ് അത്, ഇണ ചേർന്ന് കിടക്കുന്ന രൂപമാണ് നമ്മൾ വരയ്ക്കുക. സർപ്പങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന രൂപമാണ് വരയ്ക്കുക. മറ്റ് കളങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് സർപ്പക്കളം. കാരണം ഇണ ചേർന്ന് കിടക്കുന്ന രൂപം വരച്ചിട്ട് അതിനാണ് നമ്മൾ പൂജ കൊടുത്തിട്ട് തൃപ്തിപ്പെടുത്തുന്നത്. ഇത് പെർഫോം ചെയ്യുന്ന കലാകാരന്മാർ തന്നെയാണോ ഇത് വരയ്ക്കുക? അതെ അതെ. വരയ്ക്കാൻ എത്ര ആൾക്കാർ വേണമെന്നുണ്ടോ? അല്ല, അത് വലിയ കളത്തിനനുസരിച്ച്. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വടുവഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു കളം വരയ്ക്കാനായിട്ട്. അത് രാവിലെ 10 മണിക്ക് കളം വരയ്ക്കൽ തുടങ്ങിയിട്ട് 6 മണിയാകുമ്പോൾ കളം വരയ്ക്കൽ പൂർണ്ണമായത്. റേഷ്യോ കാര്യങ്ങളുണ്ട്, ഇത്ര അടി അങ്ങനെ? അത് സാധാരണ ഒരു മണിപ്പന്തൽ എന്ന് പറയും. നമ്മൾ ഒരു പന്തലിൻ്റെ ഉള്ളിൽ നമ്മളായിട്ട് തീർക്കുന്ന ഒരു മണിപ്പന്തലുണ്ട്. അത് 9 കോലും 16 വരെയും ചുറ്റളവിലുള്ള 2-10 സമചതുരത്തിലുള്ള ഒരു മണിപ്പന്തലാണ് തീർക്കുക. അതിൻ്റെ ഉള്ളിലാണ് സർപ്പങ്ങളുടെ കെട്ടുകളൊക്കെ വരിക. പിന്നെ പുറത്തൊക്കെയാണ് അതിൻ്റെ പത്തി തലഭാഗമൊക്കെ വരുന്നത്. അല്ല, അത് ഈ മണിപ്പന്തലിൻ്റെ പുറത്താണ്, ഈ കളത്തിൻ്റെയും പുറത്തായിട്ടാണ് നമ്മളെ ഈ തിരുവഴിച്ചിൽ നടത്തുന്നത്. ഇത് എത്ര സമയം ഇത് പെർഫോം ചെയ്യാൻ എടുക്കുന്നത്? അത് നമുക്ക് വരയ്ക്കാൻ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ 6 മണിക്കൂറോളം വർക്ക് ചെയ്തിട്ടാണ് ഒരു കളം പൂർണ്ണമായത്. അത് 108 സർപ്പങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കള. എൻ്റെ വിസിറ്റിംഗ് കാർഡിൽ ഉള്ള കണ്ടോ, അതിൽ ആ കളമാണ് നമ്മളിവിടെ വരച്ചത്. അത് 6 മണിക്കൂറോളം നമ്മൾ വർക്ക് ചെയ്തു. അതിൻ്റെ ചെറിയ കളങ്ങളൊക്കെ ഉണ്ട്, 2.5 മണിക്കൂറൊക്കെ ഉണ്ടായാൽ തീർക്കാൻ പറ്റും. ഈ കലാരൂപം കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതാണോ അതോ? അല്ല, ഇതിപ്പോ ഞാനിപ്പോ 2013 പോളണ്ടിലൊക്കെ പോയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ചെയ്തിട്ടുണ്ട്. കേരളത്തിലാണ് ഇതിന്റെ പ്രാധാന്യം കൂടുതൽ. കേരളത്തില് ഇതിന്റെ ഉത്ഭവം ഇത് മണ്ണാർശാലനെ ആസ്പദമാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഏതോ കാലഘട്ടത്തിൽ മണ്ണാർശാലയിലത്തെ ഈ കാണ്ടുഭവനം എന്ന പ്രദേശം അഗ്നിയാൽ ദഹിക്കപ്പെട്ടിട്ട് അവിടെ നിന്നൊരു സർപ്പം ഓടി രക്ഷപ്പെട്ടു. ആ സർപ്പത്തിന് ഈ മണ്ണാർശാലയിലത്തെ അന്തർജനമാണ് രക്ഷപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ ആ അന്തർജനത്തിന് ഈ സർപ്പം വരം കൊടുക്കുകയാണ്. നീ ഇന്നു മുതൽ പുള്ളുവത്തി എന്ന പേരിൽ അറിയപ്പെടും. നീ എൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് ശ്രീമാൻ കടവിൽ കിടക്കും പന്തീരുനാഴി കൊണ്ട് കലശപ്പാനി അതിറ്റാർ ഒന്ന് കൊണ്ടുവന്ന് വായവട്ടം മൂടുകുത്തി കറ്റികിടാവിൻ തോലിട്ട് പുതച്ച് 21 വാറിട്ട് മുറുക്കി ഇല്ലി ഇലമ്പാനി 2 വാറിട്ട് കൊട്ടി എൻ്റെ നാമം ഉച്ചരിച്ചാൽ ഞാൻ അവിടെ വന്നിട്ട് സാധിച്ചോളാം. ഈ സർപ്പം അഡ്വാൻസായിട്ട് ശാപം കൊടുക്കും. ആ ശാപം തീരാൻ വേണ്ടി ഈ പുള്ളുവത്തിയായിട്ടുള്ള അന്തർജനം പുള്ളുവത്തിയായിട്ട് അതെ, ഈ അന്തർജനത്തിന് ജീവിക്കണ്ടേ. അന്തർജനത്തിന് പണ്ട് കാലത്ത് ഈ മറ്റേ സർപ്പത്തിനെ എടുത്തിട്ട് ഇല്ലത്തേക്ക് പോയ സമയത്ത് അവിടുത്തെ ഒരു കൊടിമുല്ലത്തറ ഉണ്ടായിരുന്നു, മുല്ലത്തറ. ആ മുല്ലത്തറക്കിൽ കമഴ്ത്തിയപ്പോൾ അത് 4-3-7 കോണുള്ള നാഗശ്രീ ചിത്രപീഠമായിട്ട് ഉരുത്തിരിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് അന്തർജനം ഇല്ലത്തേക്ക് കയറി പോകുന്ന സമയത്ത് ആ ഇല്ലത്തെ കാരണവർ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് കുലദൈവങ്ങളും ധർമ്മദൈവങ്ങളൊക്കെ ഉള്ളപ്പോൾ നീ എന്തിനാ പുറമേന്നൊരു ശക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതുകൊണ്ട് നീ പുറത്ത് നിന്നാൽ മതി, ഇല്ലത്തേക്ക് കയറണമെന്ന് പറഞ്ഞിട്ടൊരു ഭ്രഷ്ട് കൽപ്പിച്ചു. അപ്പോൾ അന്തർജനത്തിന് ഇല്ലത്തേക്കും കയറി പോകാൻ പറ്റില്ല. പിന്നെ അന്നത്തെ ആചാരാനുഷ്ഠാനം അനുസരിച്ച് പുറത്തേക്കും പോകാത്ത ഒരു സാഹചര്യത്തിൽ ഈ ചിത്രപീഠത്തിന് കെട്ടിപ്പിടിച്ച് കിടന്ന് വിലപിക്കുകയാണ്. നിന്നെ രക്ഷിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത്, ഇനി നീ തന്നെ ഉള്ളൂ എനിക്ക് ശരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ചിത്രപീഠത്തിന് കെട്ടിപ്പിടിച്ച് കുറേ നേരം കരയും.
പിന്നെ പച്ചോലത്തടുക്ക് ഇട്ടിട്ടാണ്, അതിലാണ് കിടപ്പൊക്കെ, രാത്രിയും പകലൊന്നും ഭേദമില്ലാണ്ട് അതിലാണ് കിടക്കുക, ഉറക്കമൊക്കെ അതിൽ തന്നെ. അങ്ങനെ 7ാമത്തെ ദിവസമാണ് ഇതിൽ നിന്നൊരു അശരീരി ഉണ്ടാവുന്നത്, ഈ ചിത്രപ്പെടുത്തുന്നത്. എന്നെ രക്ഷിച്ച് നീ ഇന്നു മുതൽ പുള്ളുവത്തി എന്ന പേരിൽ അറിയപ്പെടും. നിനക്ക് ഞാൻ നാട്ടിൽ വെളുപ്പ്, തരിപ്പ്, കുഷ്ഠം, കുര, പനി എന്നീ 96 മഹാവ്യാധികൾ ശാപം കൊടുത്ത് ഫലിപ്പിച്ചോളാം. നീ എൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ശ്രീമാൻ കടവിൽ കിടക്കും പന്തിരുന്നാഴി കൊണ്ട് കലശപ്പാനി അതിൽ പുള്ളുവക്കുടം തീർത്ത് ഓരോ വീടുകളിലും ചെന്ന് എൻ്റെ നാമം ചൊല്ലി പാടി കഴിഞ്ഞാൽ അവർ തരുന്ന ദക്ഷിണയും കൊണ്ട് നീ നിൻ്റെ ഉപജീവന മാർഗം നടത്തിപ്പോന്ന് ഈ ചിത്രപീഠത്തിൽ നിന്നും അശരീരി ഉണ്ടായെന്നാണ് പറയുന്നത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ ആ ഇല്ലത്തെ അന്തർജനമാണ് ഞങ്ങളെ സമുദായത്തിലെ പുള്ളുവത്തി എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമിന് വരുമ്പോൾ എന്തായാലും ഒരു പുള്ളുവത്തി ഉണ്ടായിരിക്കും. ആ പുള്ളുവത്തി കളത്തിൽ പൊടിയിട്ടാലാണ് സർപ്പങ്ങൾ പ്രസാദിക്കുള്ളൂ എന്നുള്ളതാണ്. അത് ചെറിയൊരു കുട്ടിയായാലും മതി, ഒരു സ്ത്രീ ഉണ്ടാവണം, മസ്റ്റാണ്. അപ്പൊ ഇങ്ങനെ പാരമ്പര്യമായിട്ട് പുള്ളുവത്തി അങ്ങനെ വരണമെന്നുണ്ടോ, അതോ ഒരു സ്ത്രീ ആയാൽ മതിയോ? അല്ല, പുള്ളുവത്തി തന്നെ വേണം. പുള്ളുവത്തി. പുള്ളുവ സമുദായത്തിൽ അതെ 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 അതെ. അതിപ്പോ ഭാര്യയായാലും മതി, മകളായാലും മതി, പുള്ളുവത്തി എന്നുള്ള രീതിയിലാണല്ലോ അവർ അറിയപ്പെടുന്നത്. സാർ ഒരു കലാകാരനായിട്ട് ജീവിച്ച ഒരാളാണ്. അപ്പോൾ ഈ കലാജീവിതത്തിൽ സാർക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടുണ്ടോ? ഈ കലാരൂപം മാത്രം ജീവിതമാർഗമായിട്ട് വരുമ്പോൾ പല ഇപ്പോൾ കഴിഞ്ഞ കൊറോണ സമയത്ത് തന്നെ പ്രോഗ്രാമൊന്നും ഇല്ലാത്ത 2 വർഷത്തോളം പ്രോഗ്രാമൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും വർക്കുകളില്ല, മൊത്തം ഡൗണായി കിടക്കല്ലേ. അപ്പോൾ അതിൽ എന്ത് പരിപാടിയാണ് നമ്മൾ ചെയ്യുക? അത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. പിന്നെ ഒരു പരിധി വരെ ഇപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ പ്രോഗ്രാമുകളൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് അതിനനുസരിച്ചിട്ട് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഒരു രീതി പോലെ ജീവിക്കും. പാട്ടുകളൊക്കെ ഇത് മഹാഭാരതം സർപ്പസത്രം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിലത്തെ കഥകളാണ് നമ്മുടെ പാട്ടുകളായിട്ട് വരുന്നത്. അതിൽ ദക്ഷൻ്റെ മക്കളായിട്ടുള്ള കദ്രുവിനത് തന്നെ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള കാശ്യപന് കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം അവർ ആ 2 ഭാര്യമാർ കാശ്യപനോട് വരം ചോദിക്കുന്ന ഭാഗമാണ്. അവിടെ നിന്നാണ് തുടങ്ങുക. കദ്രു മൂത്ത ഭാര്യയായിട്ടുള്ള കദ്രു 1000 മക്കളെ വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് 1000 മക്കളും വരം കൊടുത്ത് പ്രസാദിപ്പിക്കുന്നു. വിനതയ്ക്ക് 2ാമത്തെ ഭാര്യയായിട്ടുള്ള വിനതയ്ക്ക് 2 മക്കളെ മതി എന്ന് പറഞ്ഞ് അത് അരുണനും ഗരുഡനും. ഈ 1000 മക്കളിലെ അഷ്ടനാഗങ്ങൾ ഒഴികെ ബാക്കിയുള്ള സർപ്പങ്ങളൊക്കെ ജനമേജൻ്റെ സർപ്പസത്രം എന്ന് പറഞ്ഞ മഹായാഗത്തിൽ അദ്ദേഹം വായിച്ചു കൊന്നൊടുക്കിയെന്നാണ് പറയുന്നത്. അതിന് കാരണം ജനമേജൻ്റെ അച്ഛനായിട്ടുള്ള പരീക്ഷിത് രാജാവിനെ തക്ഷകൻ കടിച്ചിട്ടാണ് മരിക്കുന്നത്. ആ തക്ഷകൻ കടിച്ച് മരിച്ചപ്പോൾ മകനായിട്ടുള്ള ജനമേജൻ ശപഥം ചെയ്യാണ്, എൻ്റെ അച്ഛനെ കൊന്നൊടുക്കിയിട്ടുള്ള സർപ്പം എന്ന് പറഞ്ഞ വംശത്തിനെ ഭൂമിയിൽ വെച്ച് കുറിപ്പിക്കില്ല. അങ്ങനെയാണ് അദ്ദേഹം സർപ്പസത്രം എന്ന് പറഞ്ഞ മഹായാഗം നടത്തിയിട്ട് ഈ കദ്രുവിൻ്റെ 1000 മക്കളെ എല്ലാവരെയും ആവാഹിച്ചു കൊല്ലുകയാണ്. അപ്പോൾ അഷ്ടനാഗങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും ആവാഹിച്ചു. അപ്പോൾ 12 വയസ്സുള്ളൊരു ബാലനാണ് യാഗശാലയിലേക്ക് പോയിട്ട് യാഗം മുടക്കുന്നത്. ജനമേജനെ സ്തുതിച്ചിട്ട് യാഗശാലയിലേക്ക് ചെന്ന് അപ്പോൾ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ജനമേജൻ ചോദിച്ചപ്പോൾ എന്ത് ചോദിച്ചാലും തരുമെന്ന് ചോദിക്കുകയാണ് ബാലൻ. അപ്പോൾ നീ യാതൊരു പരിചയമില്ല, ആദ്യമായിട്ട് നമ്മൾ കാണുകയാണ്, നീ എന്നെ സ്തുതിച്ചു കൊണ്ട് വന്നിട്ട് നിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ പറഞ്ഞാൽ ഞാൻ നീ എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സർപ്പസത്രം എന്ന് പറഞ്ഞാൽ യാഗം അവിടെ നിർത്തണമെന്ന് ആവശ്യപ്പെടും. അപ്പോൾ അങ്ങനെ ആ യാഗം അവിടെ നിർത്തി. ആ സമയത്ത് അഷ്ടനാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ട്, ബാക്കിയുള്ളത് എല്ലാം കൊന്നൊടുക്കി. ഈ അഷ്ടനാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ്, ഞങ്ങളെ വംശം നിലനിർത്താൻ വേണ്ടി നീ ചെയ്ത ത്യാഗത്തിന് നിനക്കെന്ത് വരമാണ് വേണ്ടത്? അപ്പോൾ ഈ ബാലൻ പറഞ്ഞത്, എൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് സന്ധ്യാവേളകളിൽ പുറത്തിറങ്ങി നടക്കുന്നവർക്ക് അന്നേ ദിവസം വിഷത്തെ കൊടുക്കുക. നമ്മൾ ആസ്തികമന്ത്രം ചൊല്ലി നമ്മൾ സർപ്പത്തിന് ചവിട്ടി മതിച്ചാലും കടിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ കടിച്ചാൽ പിന്നെ രക്ഷപ്പെടില്ല ഈ ചൊല്ലിയതിന് ശേഷം. കാരണം നമുക്ക് എല്ലാത്തിനും സമയമുണ്ടല്ലോ. എത്ര വലിയ ഹോസ്പിറ്റലിൽ പോയാലും മരിക്കേണ്ട സമയത്ത് എന്തായാലും നമ്മൾ മരിക്കില്ല. അതേപോലെ തന്നെയാണ് ഇതിൻ്റെയും ഇത് പറയുന്നത്. ആ ഒരു ഭാഗത്ത് മാത്രമേ പാട്ടെടുക്കാറുള്ളൂ. മഹാഭാരതത്തിന്റെ ഇതിൽ തന്നെ പല ഭാഗങ്ങളുണ്ട്. ഇവർ തമ്മിലുള്ള തർക്കങ്ങളുണ്ട്, കദ്രുവിനത തമ്മിലുള്ള തർക്കങ്ങളുണ്ട്. പിന്നെ അരുണന്റെ ഉത്ഭവമുണ്ട്, ഗരുഡന്റെ ഉത്ഭവമുണ്ട്. ഗരുഡൻ അമൃതന് വേണ്ടി പോകുന്ന ഭാഗമുണ്ട്. ഈ പരീക്ഷിത്തിന് തക്ഷകൻ കടിക്കാൻ വേണ്ടി പോകുന്ന ഭാഗമുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കഥകളുണ്ട് ഈ സർപ്പസത്രം എന്ന് പറഞ്ഞ ഭാഗത്ത്. അതിലെ നല്ല നല്ല ഭാഗങ്ങൾ മാത്രമാണ് നമ്മളൊരു വേദികളിൽ പാടുള്ളൂ. കളം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് പാടുമോ? ഇല്ല. കളം വരച്ച് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് പൂജകളൊക്കെ ഉണ്ട്. ആ പൂജകളുടെ സമാപനത്തിലാണ് പാട്ടുകൾ തുടങ്ങുന്നത്. 3-4 പാട്ടുകളൊക്കെ പാടിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ കളം മായ്ക്കുന്നൊരു സംഭവമുണ്ട്.
ക്ഷേത്രത്തിലായാലും അല്ലെങ്കിൽ വീടുകളിലായാലും അവിടുത്തെ 2 കോമരക്കുട്ടികൾ തന്നെ കളത്തിലിരുത്തിയിട്ട് നമ്മൾ വീണ്ടും ഈ കുടവും വീണൊക്കെ അഴിച്ച് കൊട്ടിപ്പാടുന്ന സമയത്ത് പൂക്കലൊക്കെ ആയിട്ട് പിടിച്ചിട്ടാണ് ഇവർ കളത്തിലിരിക്കുക. എന്നിട്ട് അവർ തുള്ളി വന്ന് ഈ കളം മായ്ച്ച് അങ്ങനെയാണ് കളം മായ്ക്കുക. മൊത്തം എത്ര മണിക്കൂർ എടുക്കും? അത് സാധാരണ ഒരു 5 മണിക്കൂറൊക്കെ നമുക്ക് കളം വരയ്ക്കുന്ന അത് തൊട്ട് ഒരു കളത്തിൻ്റെ സമാപനം വരയ്ക്ക് ഒരു 5 മണിക്കൂർ ഉണ്ടായാൽ നമുക്ക് പൂർണ്ണതയിലെത്തിക്കും. കളം വരയ്ക്കലാണോ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗം? അതെ അതെ, അത് നമ്മൾ 5 പേരുണ്ടെങ്കിൽ ഒരു 2.5-3 മണിക്കൂറോളം നമുക്ക് കളം വരയ്ക്കാമോ. പിന്നെ ബാക്കിയൊക്കെ ഈ പൂജയുടെ പാട്ടിൻ്റെയും തിരുവിഴിച്ചിലേക്കുള്ള സമയം. ഇത് ജീവിതമാർഗമായിട്ട് തിരഞ്ഞെടുക്കുക ഇത് കണ്ടിട്ടുള്ള താല്പര്യം കൊണ്ടാണോ അതോ? അല്ല, പണ്ട് കാലത്ത് ഇപ്പോൾ എൻ്റെ ഇപ്പോഴുള്ള ട്വിൻസ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ വൈഫ് പ്രോഗ്രാമിനൊക്കെ വന്നിരുന്നു. അപ്പോൾ ഒരു പരിധി വരെ ആ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ ഇവരിത് കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. വാദ്യങ്ങളും ഇതൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത്. നമ്മളെ ഗർഭിണികളായിട്ടുള്ളവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നും കേൾക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ടാണല്ലോ മക്കൾ പഠിക്കുന്നത്. അതെ അതെ, അങ്ങനെ അവർ ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് 5 മാസത്തോളം വൈഫ് പ്രോഗ്രാമിന് വന്നിരുന്നു. എന്നിട്ടാണ് പിന്നെ കുറച്ചധികം ഇതായപ്പോൾ ട്വിൻസായിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വീട്ടിൽ നിർത്തി. അപ്പോൾ അപ്പം മുതലേ ഇവർക്ക് അറിയാം. പിന്നെ ജനിച്ചതിന് ശേഷം ഒരു കുറേശ്ശൊക്കെ ഇത് കാണുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ പരിപാടിക്ക് വരുമ്പോൾ ഇത് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ അപ്പോൾ അവർക്ക് മാനസികമായിട്ട് അവർക്ക് ഇതിന് തയ്യാറെടുപ്പുണ്ട് അവർ. പിന്നെ വളർന്നു വരുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ആ പാരമ്പര്യം മക്കൾക്കും കിട്ടണ്ടേ, അത് അവർ കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഈ റിച്വൽസിനോടൊന്നും വലിയ താല്പര്യമില്ല. അവരുടേതായ ലോകത്ത് ജീവിക്കുന്ന, അപ്പോൾ അങ്ങനത്തെ ആൾക്കാരോട് ഇതുപോലെയുള്ള പെർഫോമൻസ് ഒക്കെ അത് ഓരോ മതത്തിനും, ഇപ്പോൾ മുസ്ലിം മതത്തിനാണെങ്കിൽ അതുപോലെ ഹിന്ദു മതത്തിന്, അതുപോലെ ക്രിസ്ത്യൻ മതത്തിന്, ഇവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട്. ഇപ്പോൾ ആ ഓരോ മതക്കാരും അവരുടെ ചട്ടക്കൂടിൽ നിലനിന്ന് പോകുമ്പോൾ നമ്മൾക്ക് മാത്രമാണ്, ഹിന്ദുക്കൾക്ക് മാത്രമാണ് മൂല്യച്യുതി വരുന്നത്. ഇവിടെ എന്ത് ചെയ്താലും ചോദിക്കാനും ഇതിനൊന്നും ആരുമില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ശരിക്കും വേണ്ടത് ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യനുകളായാലും അവരവരുടേതായിട്ടുള്ള മതത്തിൻ്റെ ചട്ടക്കൂടും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിനെ ആസ്പദമാക്കി ജീവിക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ തൊഴാൻ വേണ്ടി ചെന്ന് നിൽക്കുമ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജി അല്ലേ, ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ നിന്ന് നെഗറ്റീവ് എനർജി നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ പോസിറ്റീവ് എനർജി അവിടെ കൂടുതലാണ്, ക്ഷേത്രങ്ങളിൽ കൂടുതലാണ് പോസിറ്റീവ് എനർജി. ആ പോസിറ്റീവ് എനർജി കിട്ടാനാണ് നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ പറയുന്നത്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കിട്ടിയിരിക്കും. നമ്മൾ ചെല്ലണം, എന്നിട്ട് ചെല്ലേണ്ടത് നമ്മുടെ ചുമതലയാണ്. സാറ് നേരത്തെ പറഞ്ഞില്ലേ പുറത്ത് പോയിട്ട് ഇത് പെർഫോം ചെയ്തിരിക്കുന്നത്, അപ്പൊ നമ്മളെ നാട്ടിൽ കിട്ടുന്ന അതേ സ്വീകാര്യതയാണോ അവിടെ പുറത്ത് പോയപ്പോ? അവിടെ ഇതിനേക്കാൾ കൂടുതലാണ് വിശ്വാസം അവർക്ക്. അപ്പം അതിൽ ഈ തിരുവിഴിച്ചിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കളത്തിന്റെ ഉള്ളിലാണ് 2 കോമരക്കുട്ടികൾ ഇരിക്കുക. നമ്മൾ ഏകദേശം ഒരു 5-6 അടി ദൂരത്തിലാണ്. അത് നമ്മൾ കളത്തിൽ ഇരുത്ത് വരെ പുറത്തൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ ഈ വടുവഞ്ചാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണാൻ വന്നിരിക്കുന്നവരാണ് തുള്ളിക്കളം വന്നിട്ട് കളം മാറ്റിയത്. ഭയങ്കരതായിരുന്നു അവിടെ. 40 അല്ല, അവർക്കൊക്കെ വ്രതമുണ്ട്. വ്രതത്തോട് കൂടിയിട്ടാണ് അവർ വരുന്നത്. അവർക്കറിയാം വർഷത്തിലൊരിക്കലും അവിടെ ഉത്സവം നടക്കുന്നതാണെന്നുള്ള വിവരം അറിയാം. അതും ഇത്തവണ 48 പേരാണ് തുള്ളി വന്നത്. വ്രതം അനുഷ്ഠിച്ചിട്ടാണ്. അതെ അതെ അതെ, നമ്മൾ കളത്തിലിരുത്തുക. എന്താ മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാ നമുക്കൊക്കെ വ്രതങ്ങൾ വേണം. 7 ദിവസമാണ് ഏറ്റവും ചുരുങ്ങിയത്. എനിക്കൊക്കെ മറ്റേ കന്നിമാസം മുതലേ വ്രതം തന്നെയാണ്. ഞാൻ പൊതുവെ മത്സ്യമാംസങ്ങൾ കഴിക്കില്ല. പിന്നെ രാവിലെ കുളി കഴിഞ്ഞിട്ടാണ് ഭക്ഷണം തയ്യാറാക്കാൻ പാടുള്ളൂ. കഴിക്കാൻ കുളി കഴിഞ്ഞ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന അതേ ചിട്ടാൾ തന്നെ. സ്ത്രീ പുരുഷ ബന്ധം പാടില്ല. പീരീഡ് ആയി കഴിഞ്ഞാൽ 7 ദിവസം കൂട്ടി തൊടാൻ പാടില്ല. അങ്ങനെയുള്ള വ്രതങ്ങൾ വേണം ഇതിനെ അനുഷ്ഠിക്കാൻ. ഓ, ഒരു മാസം അങ്ങനെ എത്ര വർക്ക് വരും? അങ്ങനെ എണ്ണൊന്നുമില്ല. കൂടുതലായി ഈ ഉത്സവ സീസണിലൊക്കെ ഇത് കൂടുതൽ പെർഫോം ചെയ്യുന്ന എവിടെയൊക്കെയാ? വീടുകളിലാണ് കൂടുതലും. സർപ്പക്കാവുള്ള വീടുകളിലും ക്ഷേത്രങ്ങളിലുമാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു വർഷം
എന്ന് പറഞ്ഞാൽ ഒരു സീസൺ ടൈമിൽ 5 or 6 പരിപാടികളെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അന്ന് സാമ്പത്തികമൊക്കെ കുറവായിരുന്നു ആൾക്കാർ. അന്ന് വിശ്വാസം ഉണ്ടെങ്കിലും സാമ്പത്തികം ഇല്ല. ഇന്ന് വിശ്വാസം കുറവാണ്, സാമ്പത്തികം ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഉറങ്ങാൻ പോലും സമയമില്ല, അത്രയും പരിപാടികളുണ്ട്. അപ്പോൾ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാലും പറ്റില്ല. അതിപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. ഒരു പരിധിവരെ കുട്ടികളൊന്നും വരുന്നില്ല, പരിപാടിക്ക് കാണാനായിട്ട് വരുന്നില്ല. സർപ്പക്കാവുകളുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരുവാണോ? കാവുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ സർപ്പക്കാടായിരുന്നു പണ്ട്, അത് പിന്നെ സർപ്പക്കാവുകളായി മാറി. ഇപ്പോൾ സർപ്പത്തറയായിട്ട് മാറി. കാരണം ഈ സർപ്പക്കാവുള്ളപ്പോൾ ഏകദേശം ഒരു 10-15 സെൻറ്റ് സ്ഥലം ഈ സർപ്പക്കാവുണ്ടായിരുന്നു. പിന്നെ കാട്, പിന്നെ കാവായി മാറി. അപ്പോൾ ഒന്നുകൂടി കുറഞ്ഞു. പിന്നെ സർപ്പത്തറയായിപ്പോൾ, കാരണം ജനങ്ങൾ പെരുകുന്നതിനനുസരിച്ച് ഭൂമി പെരുകണില്ലല്ലോ, എല്ലാവർക്കും വീട് വെക്കണ്ടേ. അപ്പോൾ അവരതൊക്കെ ചുരുക്കി കൊണ്ടുവന്നൊരു തറയാക്കി മാറ്റി ബാക്കി സ്ഥലത്തങ്ങളൊക്കെ വീട് വെച്ച് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ തോന്നുന്നു. ഒരു പരിധിവരെ നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. മാത്രമല്ല ഇത് വലിയ വലിയ കാവുകളൊക്കെ ചുരുക്കി വരുമ്പോൾ അതിൻ്റെ ദോഷങ്ങളൊക്കെ ആ വീട്ടുകാരും അനുഭവിക്കുന്നുണ്ട്. കാലഘട്ടത്തിന്റെ മാറ്റം ഈ ആചാരങ്ങൾക്കും ബാധിക്കുന്നുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. സാറെ പരിചയപ്പെട്ടതിൽ സന്തോഷം.